ഹലോ ഗുഡൻ ടാഗ്, വെൽക്കം ടു ജർമ്മൻ ജേണി. ഇന്ന് നിങ്ങൾക്കായി ഒരു സൂപ്പർ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗോയ്ത B2 പരീക്ഷ പാസ്സാകാൻ വേണ്ട പ്രധാന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സ്പീക്കിംഗ് പരീക്ഷ നെർവസ് ആകാതെ സ്മൂത്തായും കോൺഫിഡൻ്റായും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ചാലഞ്ചാണെന്ന്. പലർക്കും എന്ത് പറയണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നിവയിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഞാനിവിടെ സിമ്പിൾ ഈസി ടു ഫോളോ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങളുടെ എക്സാം ഡേയിൽ സ്ട്രെസ് ഇല്ലാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കും. എക്സാം ഫോർമാറ്റ് മനസ്സിലാക്കുക എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഗോയ്ത B2 സ്പീക്കിംഗ് എക്സാമിൽ 2 മെയിൻ പാർട്സാണ് ഉള്ളത്. ഒന്ന് തേമ പ്രസൻറ്റാസിയോണും രണ്ടാമത് ഡിസ്കസിയോണും. തേമ പ്രസൻറ്റാസിയോണിൽ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് 3 പോസിബിലിറ്റീസ് അല്ലെങ്കിൽ മ്യോഗ്ലിഷ് കൈറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിന് ഏകദേശം നമുക്ക് 3 to 4 മിനിറ്റ്സ് ആണ് കിട്ടുക. ഇൻട്രൊഡക്ഷൻ, മെയിൻ പാർട്ട്, കൺക്ലൂഷൻ എന്നീ ഭാഗങ്ങൾ അതിലുണ്ടായിരിക്കണം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മ്യോഗ്ലിഷ് കൈറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മെയിൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനോട് കൂടെ തന്നെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൺക്ലൂഷനിലും ഇൻക്ലൂഡ് ചെയ്യണം. ഡിസ്കസിയോണിലേക്ക് വരികയാണെങ്കിൽ പാർട്ട്ണറിനോടൊപ്പം ഒരു സെയിം ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ്സ് ആണ് ഇതിന് കിട്ടുക. നമ്മുടെ ഒപ്പീനിയൻ ക്ലിയറായി പ്രസൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പാർട്ട്ണറിൻ്റെ ഒപ്പീനിയനോട് റെസ്പോണ്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാർട്ട്ണർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക, അതിന് ലോജിക്കലായി റിപ്ലൈ കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഇൻട്രാക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എക്സാം ഫോർമാറ്റ് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സ്പീച്ച് സ്ട്രക്ചേർഡായും കോൺഫിഡൻ്റായും നിങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മുടെ സ്പീച്ചിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫിക്സ്ഡ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് സ്കോറിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസൻറ്റേഷൻ്റെ ഐഡിയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് മ്യോഗ്ലിഷ് കൈറ്റ്, സെക്കൻഡ് മ്യോഗ്ലിഷ് കൈറ്റ്, തേർഡ് മ്യോഗ്ലിഷ് കൈറ്റ് ആൻഡ് ദെൻ കൺക്ലൂഷൻ. അതുപോലെ ഡിസ്കഷൻ്റെ സ്ട്രക്ചർ ഓപ്പണിംഗ്, ഒപ്പീനിയൻ, ഗ്രൂണ്ട്, ഗേഗൻ ആർഗ്യുമെൻറ്റ് ആൻഡ് ദെൻ കൺക്ലൂഷൻ. അടുത്തതായി ടൈം മാനേജ്മെൻറ്റ്. B2 സ്പീക്കിങ്ങിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. ടൈം നന്നായി മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കോറിനെയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെയും അത് ബാധിക്കാം. പ്രോപ്പർ ടൈമിംഗ് ഫോളോ ചെയ്താൽ എക്സാം സ്മൂത്ത് ആൻഡ് കോൺഫിഡൻ്റായി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പ്രസൻറ്റാസിയോണിൽ അപ്രോക്സിമേറ്റ്ലി 3 to 4 മിനിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. ഈ സമയം നമ്മൾ നല്ല പ്രോപ്പറായി സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. ലൈക്ക് ഇൻട്രൊഡക്ഷന് ഒരു 1 മിനിറ്റ് കൊടുക്കുക, മെയിൻ പാർട്ട് 2 to 3 മിനിറ്റ്സിൽ തീർക്കാൻ നോക്കുക, കൺക്ലൂഷൻ 30 സെക്കൻഡ്സ് കൊടുക്കുക. മ്യോഗ്ലിഷ് കൈറ്റിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മ്യോഗ്ലിഷ് കൈറ്റിന് 40 സെക്കൻഡ്സും ഗനൗറായിട്ട് എടുക്കുന്ന തേർഡ് മ്യോഗ്ലിഷ് കൈറ്റിന് 50 to 60 സെക്കൻഡ്സ് കൊടുക്കുക. ഡിസ്കഷനിലേക്ക് വരികയാണെങ്കിൽ 10 to 15 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു പോയിന്റിന് അപ്രോക്സിമേറ്റ്ലി 15 സെക്കൻഡ്സ് വീതം കൊടുക്കുക. ഒരു പോയിന്റിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ കണക്ടോറൻ ഉപയോഗിക്കുക. കണക്ടോറൻ സ്പീച്ചിനെ ഫ്ലൂവൻ്റ് ആൻഡ് ലോജിക് ആക്കുന്നു. ഇവിടെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കണക്ടേഴ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അഡീഷൻ, അതായത് കൂടാതെ. ഇതിന് നമുക്ക് ഔസഡം, ദാരുബ ഹിനൗസ്, സുദം, നിഷ്നൂർ സോണ്ടനൗക്ക്, സോവോൾ ആൾസോക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. അടുത്തത് കോൺട്രാസ്റ്റ് ആണ്, എതിർവാദം. ഇതിനായി നമുക്ക് ആബർ, യെഡോവ്, സ്വാറാബർ, ഐനസൈറ്റ്സ് അന്തരസൈറ്റ്സ് യൂസ് ചെയ്യാം. റീസൺ കാണിക്കാനാണെങ്കിൽ വൈൽ, ദ സാൽബ്, ഔഫ് ദിസം ഗ്രൂണ്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾസിനാണെങ്കിൽ സും ബൈഷ്പീൽ, ബൈഷ്പീൽസ് വൈസെ, എറ്റുവ ഇതെല്ലാം യൂസ് ചെയ്യാം. റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് പറയാൻ ദ സാൽബ്, ദാരും, ദാഹർ യൂസ് ചെയ്യാം. കൺക്ലൂഷൻ ഓർ ഒപ്പീനിയനായി സുസാമൻ ഫാസൻഡ്, അബ്ഷ്ലീസൻഡ്, മൈനർ മൈനുങ് നാഹ്, ഇഷ്ബിന്ദർ മൈനുങ് ദാസ് ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ മെയിൻ പോയിന്റിലും 2 to 3 കണക്ടേഴ്സ് വീതം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതലായി സ്വൈറ്റൈലിക കണക്ടേഴ്സ് ലൈക്ക് നിഷ്നൂർ സോണ്ടനൗക്ക്, ഐനസൈറ്റ്സ് അന്തരസൈറ്റ്സ് യൂസ് ചെയ്താൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സ്പീക്കിങ്ങിൽ ഒപ്പീനിയൻ എങ്ങനെ ക്ലിയറായി പറയാമെന്ന് നോക്കാം. പ്രസൻറ്റേഷനിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ക്ലിയറായി തന്നെ സ്റ്റാർട്ട് ചെയ്യുക.
ഇതിനായി നമുക്ക് കുറച്ച് യൂസ്ഫുൾ ഫ്രേസസ് നോക്കാം. മൈനർ മൈനുങ് നാഹ്, ഇഷ് ബിന്ദർ മൈനുങ് ദാസ്. ഇതിൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായത്തിൽ. അതല്ലെങ്കിൽ നമുക്ക് ഇഷ് ഡെങ്കെ ദാസ്, ഞാൻ ചിന്തിക്കുന്നു എന്നീ ഫ്രേസസ് ഉപയോഗിക്കാം. ഓപ്പണിംഗ് സെൻറ്റൻസസിൽ തന്നെ ഈ ഫ്രേസസ് ഉപയോഗിച്ചാൽ എക്സാമിനറിന് നിങ്ങളുടെ പോയിന്റ് എളുപ്പത്തിൽ മനസ്സിലാകും. ഇതുപോലെ തന്നെ ഡിസ്കഷനിൽ പാർട്ട്ണറിൻ്റെ ഒപ്പീനിയൻ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പൊളൈറ്റായതും സിമ്പിളായതുമായ ഫ്രേസസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഷ് സ്റ്റിമ്മെ ഡിയർ ടൈൽ വൈസു aber, ഇഷ് ഫെസ്റ്റേഹെ ഡൈനൻ സ്റ്റഡ്പുങ്ക്ട് aber എന്നീ ഫ്രേസസ് യൂസ് ചെയ്യുക. എപ്പോഴും ഒപ്പീനിയൻ ക്ലിയറും ഷോർട്ടും ലോജിക്കൽ സെൻറ്റൻസസും ആയി എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ നെർവസ് ആണെങ്കിലും ഈ റെഡി ഫ്രേസസ് ഉപയോഗിച്ചാൽ സ്മൂത്തും നാച്ചുറലുമായി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. B2 സ്പീക്കിങ്ങിൽ വൊക്കാബുലറി ആൻഡ് സെൻറ്റൻസ് വെറൈറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. പൊതുവായി യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ലൈക്ക് ഗുഡ്, വിഷ് ഡിഷ് എന്നീ വാക്കുകൾ റിപ്പീറ്റഡായി യൂസ് ചെയ്യുമ്പോൾ സ്പീച്ച് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. അതിനാൽ സിനോണിംസ് അല്ലെങ്കിൽ ടോപ്പിക് സ്പെസിഫിക് ആയ വേർഡ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, നോട്ട് വിൻഡിഷ്, പ്രോബ്ലമാറ്റിഷ്, ഫോർഡർലിഷ് എന്നീ വാക്കുകൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് സെൻറ്റൻസ് വെറൈറ്റിയിലേക്ക് പോവാം. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസായി നമുക്ക് റൈസൻ മാഹ്റ്റ് സ്പാസ് എന്നും പറയാം. കോംപ്ലക്സ് സെൻറ്റൻസായിട്ട് നിഷ് നൂർ കാൻമാൻ നോയെ മെൻഷൻ കെനൻ ലേണൻ സോണ്ടർനൗക് സൈനി സ്പ്രാഹ് കെനിനിസെ ഫെർബസൻ. ഇങ്ങനെ നമ്മൾ ഈ മെത്തേഡ്സ് ഫോളോ ചെയ്താൽ നമ്മുടെ സ്പീച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എക്സാമിനറിന് തോന്നും. അതുവഴി നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. B2 സ്പീക്കിങ്ങിൽ പ്രൊനൗൺസിയേഷൻ ഫ്ലുവൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഒരു മോഡറേറ്റ് സ്പീഡിൽ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ സ്ലോയുമല്ല, വളരെ ഫാസ്റ്റുമല്ല. ഇത് നമ്മുടെ സ്പീച്ചിനെ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആക്കും. കൂടാതെ സെൻറ്റൻസിലെ ഫ്ലോ നഷ്ടമാക്കുന്ന ലോങ് പൗസസ് ഒഴിവാക്കുക. ചെറിയ ഷോർട്ട് പൗസ് മാത്രം എടുക്കുക. കൂടാതെ ചെറിയ മൈനർ മിസ്റ്റേക്സിനൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ചെറിയ പ്രൊനൗൺസിയേഷൻ എറർ, ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഇതൊന്നും എക്സാമിനർ വലിയ ശ്രദ്ധ കൊടുക്കില്ല. അവരുടെ മെയിൻ ഫോക്കസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ക്ലാരിറ്റിയുമാണ്. എക്സാമിൽ കോൺഫിഡൻസ് കാണിക്കാൻ ചില സിമ്പിൾ ടിപ്സ് നോക്കാം. ആദ്യം തന്നെ ഐ കോണ്ടാക്റ്റ് ആണ്. എക്സാമിനറിൻ്റെയും പാർട്ട്ണറിൻ്റെയും നേരെ തന്നെ നോക്കുക. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ കോൺഫിഡൻസ് ആൻഡ് എൻഗേജ്മെൻറ്റ് അത് സിഗ്നൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറലായ ലൈറ്റ് സ്മൈൽ നമുക്കുണ്ടായിരിക്കണം. ഇത് ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ ഇംപ്രഷൻ ലീവ് ചെയ്യുന്നു. അടുത്തത് പാർട്ട്ണറുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. ഡിസ്കഷനിൽ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ നോഡ് ചെയ്യുക. സ്മോൾ ജസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ വളരെ അറ്റൻറ്റീവ് ആണെന്ന് കാണിക്കുക. ഇതോടെ ഇൻട്രാക്ഷൻ നാച്ചുറൽ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. ഇനി നിങ്ങൾ നെർവസ് ആണെങ്കിൽ ഡീപ്പ് ബ്രെത്ത് എടുക്കുക. സ്ലോ ആൻഡ് ക്ലിയറായി സംസാരിക്കാൻ ശ്രമിക്കുക. ഫുള്ളി മെമ്മറൈസ് ചെയ്യാതെ ഐഡിയാസ് മാത്രം ബേസ് ചെയ്ത് സംസാരിക്കുക. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സാമിനറിന് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എക്സാമിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് നോക്കിയാലോ. ഒന്നാമതായി, പലപ്പോഴും സ്റ്റുഡൻസ് ഫോർമാറ്റും സ്ട്രക്ചറും ഇല്ലാതെ സംസാരിക്കാറുണ്ട്. ഇതുവഴി സെൻറ്റൻസ് ഫ്ലോ വളരെ മെസ്സിയായി എക്സാമിനറിന് തോന്നും. അതുകൊണ്ട് അവർക്കത് ഫോളോ ചെയ്യാൻ വളരെയധികം പ്രയാസമുണ്ടാകും. രണ്ടാമതായി, കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കാത്തത് ഒരു വലിയ മിസ്റ്റേക്കാണ്. അത് സ്പീച്ചിനെ വളരെ ഫ്ലാറ്റാക്കും. ആബർ, നിഷ്നൂർ, സോണ്ടർനൗക്, ഐനർ സൈസ് അന്തരർ സൈഡ്സ് എല്ലാം ഉപയോഗിക്കുന്നത് വഴി സ്പീച്ച് കുറച്ചുകൂടി നാച്ചുറലായി തോന്നും. മൂന്നാമതായി, ഡിസ്കഷനിലെ ഇൻട്രാക്ഷൻ ഇഷ്യൂസാണ്. പാർട്ട്ണറിനൊപ്പം പ്രോപ്പർ കോൺവെർസേഷൻ നടത്താൻ കഴിയാത്തത് വലിയ പ്രോബ്ലമാണ്. പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം ടൈം മാനേജ്മെൻ്റ് ആണ്. ഒരൊറ്റ പോയിന്റിൽ കൂടുതൽ സമയം ചെലവഴിച്ച് മറ്റു പോയിന്റ്സ് കവർ ചെയ്യാതെ വരിക. ഇതുവഴി ഒത്തിരി കുട്ടികൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നല്ല പോയിന്റ്സ് പറയാൻ സാധിക്കാറില്ല. അതുവഴി മാർക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ സെൻറ്റൻസ് ഇടയിൽ വെച്ച് നിർത്തുന്നത്, അതുപോലെ സെൻറ്റൻസിൻ്റെ ഇടയിൽ എന്നീ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും സെൻറ്റൻസ് ഫ്ലോയിനെ അഫക്റ്റ് ചെയ്യുന്നു. ഒപ്പം വൺ വേർഡ് ആൻസർ പറയുന്നത് കോൺവെർസേഷൻ എൻഗേജ്മെൻറ്റ് കുറയ്ക്കും.
കൂടാതെ പലരും വേർഡ് ബൈ വേർഡ് മെമ്മറൈസ് ചെയ്ത് പ്രസൻറ്റാസിയോൺ അല്ലെങ്കിൽ ഡിസ്കസിയോൺ പ്രാക്ടീസ് ചെയ്യുന്നതും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നാച്ചുറൽ അല്ല. പാനിക് വന്നാൽ നിങ്ങൾ പഠിച്ച ഫുൾ സ്പീച്ച് അല്ലെങ്കിൽ പ്രസൻറ്റാസിയോൺ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം ഐഡിയാസ് മാത്രം മെമ്മറൈസ് ചെയ്യുക, സെൻറ്റൻസസ് അങ്ങനെ തന്നെ മനഃപ്പാഠം പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ എക്സാമിൽ കോൺഫിഡൻ്റ് ആയിട്ടും നാച്ചുറലായിട്ടും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അടുത്തതായി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ട്രിക്സ് നോക്കാം. ഓരോ ടോപ്പിക്കിനും 3 പോയിൻറ്റ്സ് മുൻകൂട്ടി തയ്യാറാക്കുക. ഫോർ എക്സാമ്പിൾ, ഐൻലാൻഡ് കെനൻലേണൻ എന്നൊരു പ്രസൻറ്റാസിയോൺ ടോപ്പിക് ആണെങ്കിൽ അതിന് ഏതൊക്കെ മ്യോഗ്ലിഷ്കായിട്ട് വരുമെന്നും അതിന് എന്തൊക്കെ ഫോർട്ടൈൽ ആൻഡ് നഹ്റ്റൈൽ വരുമെന്നും നേരത്തെ തന്നെ തയ്യാറാക്കി പഠിക്കുക. ഇത് ചെയ്യുന്നത് വഴി സംസാരിക്കുമ്പോൾ ഐഡിയ സെർച്ച് ചെയ്ത് നമുക്ക് സമയം കളയണ്ട. അതുപോലെ സ്പീച്ച് സ്ട്രക്ചേർഡായിട്ടും കോൺഫിഡൻ്റായും തോന്നും. സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതെ ക്ലിയറായി പോയിൻറ്റ്സ് പറയാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഡിസ്കഷനിലും പ്രസൻറ്റേഷനിലും ഒരു ഫിക്സഡ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുക. അതായത് എല്ലാ ടോപ്പിക്കിലും ഉപയോഗിക്കാവുന്ന ഒരു സ്ഥിരമായ സംസാര രൂപം അഥവാ സ്ട്രക്ചർ യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? നമുക്ക് സമയം സേവ് ചെയ്യാം, സ്ട്രക്ചർ ക്ലിയർ ആയിരിക്കും, എക്സാമിൽ നെർവസ് ആകാതെ മൈൻഡ് ബ്ലാങ്ക് ആകാതെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ, 3 പോയിൻറ്റ്സ്, കൺക്ലൂഷൻ, ഇതുപോലെ ഒരു സെയിം പാറ്റേൺ എല്ലായിടത്തും തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി പാർട്ട്ണറിനൊപ്പം പ്രാക്ടീസ് ചെയ്യുക. എക്സാം സിറ്റുവേഷൻ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ടേൺ ടേക്ക് ചെയ്യുക, എഗ്രി ചെയ്യുക, ഡിസഗ്രി ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതെല്ലാം റിയൽ എക്സാം പോലെ പ്രാക്ടീസ് ചെയ്താൽ എക്സാം സമയത്ത് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് വരും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം സ്വന്തമായി റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുക. ഇത് വളരെ പവർഫുൾ ആയൊരു ടെക്നിക്കാണ്. റെക്കോർഡ് ചെയ്ത് കേട്ടാൽ നമ്മുടെ ഫ്ലുവൻസി എങ്ങനെയെന്ന്, പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആണോ, എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റായി ടൈം ചെക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രസൻറ്റാസിയോണിൽ 3 to 4 മിനിറ്റ്സും ഡിസ്കഷൻ ഷോർട്ട് പോയിൻറ്റ്സുമായിട്ട് സംസാരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ക്ലോക്ക് നോക്കിയോ അല്ലെങ്കിൽ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ എക്സാമിൽ ടൈം പ്രഷർ നമ്മൾ ഫീൽ ചെയ്യില്ല. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പ്രധാന കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്താലോ? കൊയ്ത്ത B2 സ്പീക്കിംഗ് എക്സാം പാസ്സാകാൻ എക്സാം ഫോർമാറ്റ് ക്ലിയറായി മനസ്സിലാക്കുക. അതുപോലെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫോളോ ചെയ്യണം. കണക്ട് ഓറൻ ശരിയായി ഉപയോഗിക്കുക. ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പീനിയൻ ക്ലിയറായി എക്സ്പ്രസ് ചെയ്യുക. പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, കോൺഫിഡൻസ് എല്ലാം ബാലൻസ് ചെയ്യുക. ഈ പറഞ്ഞ ടിപ്സ് നിങ്ങൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ സ്പീച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും, കൺഫ്യൂഷൻ കുറയും, എക്സാമിൽ കോൺഫിഡൻ്റായി സംസാരിക്കാൻ കഴിയും. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഞാൻ ഡെഫിനറ്റ്ലി അത് റിപ്ലൈ ചെയ്യും. വീഡിയോ മുഴുവൻ കണ്ടതിന് വളരെ നന്ദി. ഡങ്കി ഷൂൺ.